മാന്യപ്രേക്ഷകരെ നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജാമറ്റ ടീച്ചർ ഇന്ന് പുതിയൊരു ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് എന്തൊക്കെ ചൊറിയാനുണ്ട്. കാരണം നമ്മൾ മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം 34 കോടി 2 ദിവസം കൊണ്ട് പിരിച്ചു കൊടുത്ത്, വിത്തിൻ 48 hours കൊണ്ട് പിരിച്ചു കൊടുത്ത്, ഇത് ഏത് അക്കൗണ്ടിലേക്കാ പോകുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. ആർക്കാണ് ഇത് ട്രാൻസാക്ട് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണോ അതോ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ഇടുകയാണോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾക്ക് മുൻപിലുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇത്ര വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് നടക്കുമ്പോൾ അതിൽ 34 കോടിയാണ് വന്നത് എന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? 340 കോടി വന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. 400, 500, 1000 കോടി വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എവിടേക്കാണ് ഈ കോടികൾ വരുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കോടികൾ പിരിക്കുന്നത്? ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രേഖാമൂലമുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വിഷയം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വർഗീയവാദികളാണ് ഈ പറയുന്ന ഞാനും അതല്ലെങ്കിൽ ടീച്ചറും എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ആക്ഷേപിക്കാം. പക്ഷേ തലയിൽ മൂളയുള്ള മതവർഗീയതയല്ല, അതല്ലെങ്കിൽ ഞമ്മന്റെ ആളോടുള്ള സ്നേഹം മാത്രമല്ലാത്ത ഏതൊരാൾക്കും കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മതി, ഇത്രയ്ക്ക് ഈ ഒരു വലിയ കോടി കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവന് 34 കോടി കൊടുത്താൽ ഞങ്ങൾ ഇവനെ അങ്ങോട്ട് കയറൂരി വിട്ടേക്കാം എന്ന് ഏതെങ്കിലും രാജ്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായിട്ടുള്ള നുസ്രത് ജഹാൻ എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഒരു സഹോദരി, അവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ വിഷയത്തിൽ ഗഹ്യമായ നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമ്മുടെ ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ടീച്ചറെ ഇത്? എന്താണ് ഈ നാട്? എവിടേക്കാണ് ഈ നാടിന്റെ പോക്ക്? ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കാരണം നമുക്ക് പറയാതെ വയ്യ, അതുകൊണ്ടാണ് ചൊറിയുന്നത്. കാരണം പലരും പറയാൻ മടിക്കുന്നു, ഭയക്കുന്നു, പ്രീണനം മുന്നോട്ട് വെക്കുന്നു. ഈ പ്രോഗ്രാം തുടങ്ങിയത് ഞങ്ങൾ ഇത്രയും വിജയിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെ ബൈജു? നമ്മള് വെറുതെ ഒരു തമാശ പോലെ ഞങ്ങൾ ചില വിഷയങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോ ലൈവുകള് ലക്ഷങ്ങൾ കടന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. നമ്മൾ എവിടെ പോയാലും നമ്മളെ ആളുകള് അയ്യോ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാം നടത്തുന്ന ശരിയോ നല്ല പ്രോഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങളും വരുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച്. ഒടുവിൽ കേരള പോലീസിനും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു. അങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്ക് ഞങ്ങൾക്കെതിരെ കേസെടുത്തത്. കാരണം ഈ പ്രോഗ്രാം കൂടുതൽ ആളുകൾ കാണുന്നു, അവർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് കുറച്ചു മുമ്പേ ഞാൻ നുസ്രത് ജഹാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കക്ഷി തിരിച്ചു വിളിച്ചു. കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ പരിഭവം ഒക്കെ പങ്കുവെച്ചു. അവര് പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ ഉണ്ട്. എന്നോട് പറഞ്ഞു ഇത് പറയാതെ പോകരുത് എന്ന് പറഞ്ഞു ഇന്നത്തെ ലൈവില്. അതിലൊന്ന്, രണ്ടാമത് വീണ്ടും സൗദി അറേബ്യ ഫണ്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് നമ്പർ 1 കള്ളത്തരമാണ്. അങ്ങനെ ഒരു ഫണ്ട് അവിടെ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ 34 കോടി എന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടല്ലോ, ഒരു കൗണ്ട്, ഒരു കണക്ക്, ഇത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് അവർ ചോദിച്ചു. എന്തായിരുന്നാലും 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് അവർക്ക് ഫ്രീ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ലൈവിൽ അവർ കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോ നമുക്കറിയാം റഹീം ഒരു കൊലയാളിയാണ്. റഹീമിനെ കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്? ബൈജു, ഇന്ന് എനിക്കൊരു ബൈക്ക് വിൽക്കാനുണ്ടായിരുന്നു. ബൈജു കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആ ബൈക്കിന്റെ ഞാനൊരു ഷോർട്സ് ആദ്യം ചെയ്തു. അപ്പൊ നോക്കിയപ്പോ ബൈക്ക് സൈഡിലായിരുന്നു, വന്നില്ല. അങ്ങനെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് 2 മിനിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഓ പറയണ്ട, മലയാളികളായ മുറിയണ്ടികളുടെ ഒരു രോദനം, എന്തോ ഒരു പച്ചത്തെറിയാണെന്നോ വിളിക്കുന്നത്. ഒടുവിൽ പറഞ്ഞത് ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നാൽ പോരേന്ന്. ഇത് മറുപടി ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ. നമ്മള് അയ്യോ സദാചാര സീമകള്, സദാചാര ലംഘനങ്ങൾ, ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവന്മാരോട് ഒരു രക്ഷയുമില്ല. ഒടുവില് ഞാൻ സഹി കെട്ട് ഇവന്മാർക്കെതിരെ ഈ സ്ക്രീൻഷോട്ടുകൾ, ഇവരുടെ കമന്റുകളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഓരോരുത്തന്റെയും തള്ളക്കി വിളിച്ചു. വേറെ വഴിയില്ല, വിളിപ്പിച്ചതാണ്. വണ്ടി കൊടുക്കണ്ട, ഡാഷ് കൊടുക്കാൻ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, മദ്രസയിൽ പോയി ഉമ്മ കുനിഞ്ഞു നിന്നിട്ടാണോടാ നീ ഉണ്ടായത്? ചോദിക്കേണ്ടി വന്നതാണ്. അതിനിടയിൽ വന്ന ഒരു കമന്റ്,
34 കോടി ചോദിച്ച റഹീമിനെ നീ വിമർശിച്ചില്ലേ? അതുകൊണ്ടാണ് നിന്നെ നമ്മൾ സൗജന്യമായിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളെ ഒരാൾ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ, നമ്മള് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനാണ് നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോ നമ്മളൊരു വണ്ടി വിൽക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ബ്രോക്കർമാരോട് പറഞ്ഞൂടെ, റഹീമിനെ പറഞ്ഞതിന്റെ ശിക്ഷയാണ്, അള്ളാഹു നിനക്ക് തന്നതാണ്. തുർക്കന്മാരെ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളെ പറഞ്ഞില്ലേ, ഇസ്ലാമിനെ വിമർശിച്ചില്ലേ? അല്ല ബൈജു, ഈ ഇസ്ലാം മത ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പരീക്ഷണവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു 17കാരനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട് ഇയാള് പറയുന്നത് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം. ഇയാളുടെ കൂടെ കിടന്ന ഇയാളുടെ മാമ എന്ന് പറയുന്ന നസീർ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ചു വന്ന ആളാ. അയാള് വേദനയോടെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിനിടയ്ക്ക്. അയാള് പറയാണ്, അയാളൊരു ഒരു സെയിൽസ് മാനേജറായിട്ട് 10-15 വർഷം 15-20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഈ റഹീം നാട്ടിൽ വന്നു 1-ാമത്തെ മാസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ആദ്യം വിളിക്കുന്നു, അപ്പൊ ഇയാൾ പറയുന്നു നസീർ പറഞ്ഞതിനെ കുറിച്ച് തിരക്കില്ല. 2ാമതും വിളിക്കുന്നു, അപ്പൊ നസീർ ചോദിച്ചത്രേ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ റഹീം പറയാണ്, ഇല്ല, ഒരു ലാംഗ്വേജിന്റെ ഒരു ചെറുക്കനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഒരു ചലനവുമില്ലാതെ ഈ കൊലയാളിയായ കാപാലികനായ ഈ റഹീം പറയാ, ഇല്ല, ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 3ാമതും വിളിക്കുന്നു, അപ്പോഴും പറഞ്ഞു, ഇല്ല, ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഒരു തവള പെട്ടാൽ പോലും നമുക്ക് എത്ര വിഷമം ഉണ്ടാകും. ആ തവളയ്ക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മരത്തിലൊക്കെ പോയി വണ്ടി ഇടിക്കുന്ന ആളുകളാ നമ്മള്. കാരണം അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപത്ത് വലിച്ചു വരുത്തും. അങ്ങനെ പോലും നമ്മൾ ഒരു ജീവികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവൻ നസീറിനോട് പറയാണ്, ലാംഗ്വേജിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വലിയ അർജന്റ് ഒന്നും അല്ല. അങ്ങനെ 3-4 തവണ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴേക്ക് നസീർ വന്നു. നസീർ വന്നപ്പോ ഇതെല്ലാ തലച്ചോറും വർക്ക് ചെയ്തത് ഈ റഹീമിന്റെയാണ്. കാരണം ഈ കുട്ടിയെ കൊന്നതോടുകൂടി, സത്യത്തിൽ കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ബോധരഹിതനായിട്ടേ ഉള്ളൂ. കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാതെ ഇയാള് എന്നിട്ട് പുതിയൊരു കഥയുണ്ടാക്കുവാണ്. കൊള്ളക്കാര് വന്നു, മൊത്തം CC ക്യാമറയുള്ള സ്ഥലത്തെ കൊള്ളക്കാര് വന്നു. ഉടനെ കയറ് വാങ്ങുന്നു. കയറ് വാങ്ങിച്ചിട്ട് ഈ റഹീമിനെ പിടിച്ച് സീറ്റോടുകൂടി കെട്ടിവെക്കുന്നു. കുട്ടി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കണം, ആ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അയാള് ജയിലിലായി. ആ റഹീം എന്ന് പറയുന്ന ആള് രക്ഷപ്പെടുകയും ചെയ്തു, മറ്റവൻ ജയിലിലാവുകയും ചെയ്തു. ബൈജു, ഒരു മിനിറ്റ്, ബൈജു ഒന്ന് കണ്ടിന്യൂ ഇപ്പൊ വരാം. ഇത്തരത്തിൽ ഇവന്മാര് സത്യത്തിൽ ഇവര് പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചാൽ പൊട്ടന്മാരാണ്. എന്നാൽ ഇവന്മാരുടെ അത്ര ക്രൂരതയുള്ള ആ ഒരു മനസ്സുള്ള ദുഷ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അത്ര കണ്ട് ദുഷ്ടത അല്ലാത്ത, അതല്ലെങ്കിൽ ദുഷ്ടത കൂടിയവന്മാരെ ഉള്ളൂ എന്നും പറയേണ്ടതുണ്ട്. കാരണം ഇതിൽ തന്നെ ഇപ്പോ ആഷിഖ് എന്ന് പറയുന്ന ഒരു സുഡാപ്പി, ഒരു ജിഹാദി, അവനൊരു മദ്രസ പൊട്ടനാണ് എന്നുള്ളത് നമുക്കറിയാം. അവന്റെ കമന്റുകൾ ഇവിടെ കാണുന്നുണ്ട്. 2 കൃമികൾ എന്നുള്ളത്, അതെ, ഒന്ന് നിന്റെ ബാപ്പയും ഒന്ന് നിന്റെ തള്ളയും തന്നെയാണ് ആ 2 കൃമികൾ എന്ന് ആഷിഖിനോട് സ്നേഹത്തോടെ പറയട്ടെ. കാരണം നീയൊക്കെ മദ്രസയിൽ നീയൊക്കെ എന്തിനാണ് പോകുന്നത്, നീയൊക്കെ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടും ഈ പറയുന്ന റഹീമിന്റെയും ഈ നസീറിന്റെയും കഥ എടുത്താൽ തന്നെ അറിയാൻ പറ്റും. നിരപരാധിയായിട്ടുള്ള ആ നസീർ ഇത്രയും കാലം എന്തായിരുന്നു ഒരു ചിത്രത്തിലും ഉണ്ടാവാതിരുന്നത്? നമ്മൾ പറയുന്ന ഈ ഒരു വാക്കല്ലാതെ ഈ നസീറിന്റെ പേര് എന്നെ കാണുന്ന, അതല്ലെങ്കിൽ ടീച്ചറെ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടായിരുന്നു? റഹീം എന്ന് പറയുന്ന വലിയൊരു ബിംബത്തെ മുന്നിൽ വെക്കുന്നു. ആ ബിംബത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു ക്രൗഡ് ഫണ്ടിങ്, നമ്മൾക്ക് ഇന്നിപ്പോൾ കിട്ടിയ സൂചന പ്രകാരം 34 കോടി എന്നും വിചാരിച്ച് നടക്കുന്ന, പ്രചാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയേണ്ടതുണ്ട്, ഇത് 34 കോടിയും കടന്ന് 340 കോടിയും കടന്ന് എത്രയോ വലിയ തുകയിലേക്ക് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് ടീച്ചർ ഇത് പറഞ്ഞു വെച്ചത്. എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്, ഈ കൊലയാളി എന്താണ് ചെയ്തത് എന്നുള്ളത്, അതാണ് ടീച്ചറിലേക്ക് പോകുന്നത്. ഈ റഹീം എന്ത് ചെയ്യുന്നു? ഒരു കഥയുണ്ട്. ഈ സാധുവായ മനുഷ്യൻ 10-20 വർഷമായി സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇതിനെ ആരും എതിർക്കാത്തത് എന്നറിയാമോ? റഹീമും നസീറും, പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ആരും എതിർക്കാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യനെ 10 വർഷത്തിന് ശിക്ഷിക്കുവാണ്. മര്യാദയ്ക്ക് കുടുംബത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോയൊരു മനുഷ്യനാ, അയാളെ ശിക്ഷിക്കുന്നു. ഈ
വർഷം വരെ ഇവരെവിടെയായിരുന്നു? ഇവര് രക്ഷപ്പെടുത്താൻ ആരും വന്നില്ലല്ലോ. 18 വർഷം റഹീം ശിക്ഷ അനുഭവിച്ചു. ഇവരെവിടെയായിരുന്നു? പെട്ടെന്ന് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്? റഹീമിനെ രക്ഷപ്പെടുത്തണം, ബ്ലഡ് മണി കൊടുക്കണം, അങ്ങനെയൊക്കെ ഇവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയമാണല്ലോ. എന്നിട്ട് ഈ നസീർ പറയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നമുക്കും അറിയാം. പക്ഷേ ഈ റഹീമിന്റെ വിഷയത്തിലും നസീറിന്റെ വിഷയത്തിലും ആരും വീഡിയോ ചെയ്യില്ല. നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഞമ്മന്റെ ആളുകളാണ് സംഘികൾ കടിക്കാൻ ഒരു വടി കൊടുക്കുകയാണ് എന്നാ വിചാരിക്കുന്നത്. എന്നിട്ട് വേറെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു അലവിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹമാണ് കോടതിയില് ഈ റഹീം തുടക്കക്കാരനാണല്ലോ, അറബി ഭാഷ അറിയില്ല. അപ്പൊ ഇയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ആളാണ് ഈ അലവിക്കുട്ടി മുസ്ലിയാർ. അയാൾ പറയാണ്, ഓരോ സിറ്റിങ്ങിലും കൃത്യമായി ഈ ജഡ്ജ് പറയുന്നതും വക്കീല് വാദിക്കുന്നതും എതിർഭാഗവും വാദിഭാഗവും ഇതെല്ലാം കൃത്യമായിട്ട് ഈ റഹീമിന് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ്, കുട്ടിയെ അടിച്ചു കൊന്നു, ഒരു FIR ആണ്. അതുപോലെ അറബ് ന്യൂസിലുണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു. അത് റസൂലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളിൻ്റെതാ, നമ്മുടേത് ആരുടേതുമല്ല അറബ് ന്യൂസ്. അപ്പൊ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു. അപ്പൊ റഹീമിനോട് ഇദ്ദേഹം ചോദിക്കണം, അലവിക്കുട്ടി മുസ്ലിയാർ ചോദിക്കുവാണ്, അല്ല കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളത് ശരിയല്ലേ? മലയാളത്തിലാണ് ചോദിക്കുന്നത്. ഭാഷ അറിയാതെ സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ ലളിതവൽക്കരിക്കാൻ പറ്റില്ല. അതെ, ഞാൻ കൊന്നതാണ്. കൊലയാളിയായല്ലോ, കൊലയാളി. അപ്പൊ ആ കൊലയാളിക്ക് വേണ്ടി ഇപ്പൊ മനസ്സിലാക്കണം, റഹീം മുസ്ലിം ആയതുകൊണ്ട്, റഹീം ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ട് റഹീം കൊന്നപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പ്രാണരക്ഷാർത്ഥം നിമിഷപ്രിയ കൊന്നപ്പോൾ എന്തായി? പോട്ടെ, കൃത്യമായി നുസ്രത്ത് ജഹാൻ പറഞ്ഞു, ഈ പണം ആരാവശ്യപ്പെട്ടു? ഈ പണം പിരിച്ചു തുടങ്ങിയ സമയത്ത്, അന്നാണ് 16-ാം തീയതിയുള്ള കോടതി കൂടുമ്പോൾ ബ്ലഡ് മണി നിങ്ങൾ സ്വീകരിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തിക്കൂടെ എന്ന് അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത് പോലും. അതിനു മുമ്പ് തന്നെ 34 കോടി ഇവര് ഫിക്സ് ചെയ്തു. ഇവർ ആ പണം പിരിക്കാൻ തുടങ്ങി. ഇതെവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ആരാവശ്യപ്പെട്ടു? അതുകൊണ്ടാണ് നുസ്രത്ത് ജഹാൻ എന്ന പുലിക്കുട്ടി ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കോർട്ട് പേപ്പർ ഉണ്ടോ? ആ കുടുംബം പണം ആവശ്യപ്പെട്ടതിന്റെ രേഖകളുണ്ടോ നിങ്ങളുടെ കയ്യില്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തെളിവായിട്ട് എന്ത് പേപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ് നുസ്രത്ത് ജഹാൻ ചോദിച്ചത്. അതായത് നിങ്ങൾ ഈ 34 കോടി രൂപ പിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു. ഈ പണം ആരാണ് വാങ്ങേണ്ടത്? ഏത് എംബസി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പണം പിരിച്ചത് എന്നാണ് ചോദിച്ചത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ള ഒരു വിഷയമുണ്ട്. നരേന്ദ്രമോദിക്കും RSSനും എതിരെ നമ്മുടെ കോൺഗ്രസ് നേതാവായ പപ്പു രാഹുൽ ഗാന്ധി BJP സർക്കാർ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ആരാണ് കൊള്ളയടിച്ചത്, ആർക്കാണ് തീരെഴുതി കൊടുക്കാനിരുന്നതെന്ന് നമുക്കറിയാം. ഇന്നും അതെ, മുസ്ലിം തീവ്രവാദികളുടെ ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തെ പോലും തീരെഴുതി കൊടുക്കാൻ മടിയില്ലാത്ത വിഭാഗമാണ് ഇവരെന്നും ഇവർ ഇത്രയും കാലവും ഈ രാജ്യം ഭരിച്ചു മുടിക്കുമായിരുന്നെന്നും മുസ്ലിങ്ങളുടെ കാൽ കീഴിലായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ്. സൗദിയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന റഹീമിനെ രക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ മലയാളികൾ ഒന്നിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ RSSനുള്ള കേരളത്തിന്റെ നിശബ്ദമായ മറുപടിയാണെന്ന്. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ്, അതിന് നരേന്ദ്രമോദി എന്ത് പഴിച്ചു? എന്നിട്ടും ആ പ്രാകൃതമായ ആ ഗോത്ര നിയമത്തെ ഒന്ന് തൊടാൻ, ഒന്ന് വിമർശിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ 25 പണക്കാർക്കു വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളി എന്ന് അദ്ദേഹം ആരോപിച്ചു. കൃത്യമായി കഴിഞ്ഞ ദിവസം അംബാനിയുടെയും അദാനിയുടെയും വിഷയം പറഞ്ഞിട്ട് നരേന്ദ്രമോദി പറഞ്ഞു, എന്തേ തെരഞ്ഞെടുപ്പായപ്പോൾ അത്ര പെട്ടെന്ന് രാഹുൽ ഗാന്ധി അവർക്കെതിരെ ഒന്നും ശബ്ദിക്കാതായല്ലോ, എത്ര പണമാണ് വാങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോ നമുക്കറിയാം മുസ്ലിങ്ങളാണ് എതിരെ എങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഉറക്ക സംസാരിക്കുന്നവരുടെ നാടല്ല, ശക്തമായ രൂപത്തിൽ അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവരുടെ നാടല്ല. കാരണം എതിരാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ കേരളത്തിന്റെ മതേതരത്വം നാണിച്ചു നിൽക്കും.
അവർ ജനാധിപത്യത്തെയും നമ്മുടെ മതേതര ഭരണഘടനയെയും തുണി പൊക്കി കാണിച്ചാലും ശരി, ഇവർ നിശബ്ദരായിരിക്കും. ആരാണെങ്കിൽ? എതിർപക്ഷത്തുള്ളവർ കരുത്തുറ്റവരാണെങ്കിൽ, മുസ്ലിങ്ങളാണെങ്കിൽ. കേരളം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു, സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയാണ് എന്നും RSSും BJPയും പ്രചരിപ്പിക്കുന്നത് നുണയാണെന്നും പറഞ്ഞു. അല്ല, അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് സത്യം. സൗദിയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിനെ നോക്കി രാഹുൽ ഗാന്ധിക്ക് എന്തൊരു വിഷമം. രാഹുൽ ഗാന്ധി കരയുവാണ്. എന്തേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കരയാത്തത്? പ്രാണരക്ഷാർത്ഥം ഒരു പെണ്ണൊരുത്തി ചെയ്തതിന് അവൾ എത്രമാത്രം ലൈംഗിക, ശാരീരിക, സാമ്പത്തിക, മാനസിക പീഡനങ്ങൾ നേരിട്ടു. എന്തേ? അവര് ഭാരതീയ അല്ലേ? അവര് കേരളക്കാരി അല്ലേ? അവർക്ക് ജാതിമത ഭേദമന്യേ മലയാളികൾ എന്തേ അവർക്ക് വേണ്ടിയിട്ട് കൈകോർക്കാത്തത്? അപ്പോ കേരളം ഏതാനും ദിവസങ്ങൾ കൊണ്ട് 34 കോടി രൂപ സമാഹരിച്ചു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം പറയണം, ഇത് ആര് പറഞ്ഞിട്ടാ? ഇത് ആർക്ക് കൊടുക്കാനാ? ആരാവശ്യപ്പെട്ടിട്ടാ? നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണോ? പോട്ടെ, 2 രാജ്യത്തിന്റെയും എംബസികൾ അറിഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പോ ഇതൊക്കെ ഒരു പ്രത്യേകമായ മതവിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാടിന്റെ ഒരു പോക്കെ നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും. ഇപ്പോ ഈ സൗദി അറേബ്യയിലാണ് ഇയാള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അയാൾ ജയിലിലാണ് കഴിയുന്നത്. അയാളുടെ മോചനത്തിന് വേണ്ടി എന്ന വ്യാജേനയാണ് ഈ 34 കോടി പിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുവാണ് 3 യുവാക്കൾ. ഇതിന് പിന്നിൽ പ്രത്യേകമായിട്ടൊരു അജണ്ട ഇല്ല എന്ന് എങ്ങനെ പറയും? 34 കോടി രൂപ പിരിക്കാൻ ഇന്ന് ഇറങ്ങുന്നു, വൈകുന്നേരം എന്താ ആപ്പ് റെഡി. ഈ കോപ്പ് പെട്ടെന്നുണ്ടായതാണെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. മലപ്പുറത്ത് ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുനമ്പത്ത് സ്വദേശിയായ അഷ്കർ, കുഴിമണ്ണ സ്വദേശിയായ മുഹമ്മദ്, പിന്നെ അതുപോലെ ആനക്കയം സ്വദേശി, നിലമ്പൂരാണെന്ന് തോന്നുന്നു അല്ലെ, നിലമ്പൂർ ആനക്കയം സ്വദേശി മുഹമ്മദ് ഹാഷിം, ഈ 3 പേരാണ് ഒരു ആപ്പ് ഉണ്ടാക്കുന്നത്. സ്പൈൻ കോഡ്സ് എന്നാണ് ഇവര് അതിന്റെ പേരിട്ടത്. ആ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് തന്നെ. ഫെബ്രുവരിയുടെ അവസാനമാണ് അബ്ദുറഹീം ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി കസ്റ്റമേഴ്സ് മൊബൈൽ ആപ്പ് നിർമ്മിച്ചത് തന്നെ. അപ്പോ മാർച്ച് 7-ാം തീയതി തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുവാണ്. അയച്ച പണം കൃത്യമായി ക്രെഡിറ്റ് ആകും. ഇവർക്ക് ഇപ്പൊ മലദ്വാർ ഗോൾഡ് ബൈജു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് കരിപ്പൂരിൽ. അത് എങ്ങോട്ട് പോകുന്നു? ഇത് ആരാണ് വന്ന് ഇവരെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത്? ഈ തൊണ്ടി മുതൽ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഈ വാർത്ത മാത്രം കാണാറുണ്ട്, അതും വളരെ കുറച്ചു മാത്രം. 1000 എണ്ണം പോകുമ്പോൾ 1 അര മുറിയോ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടും, അത്രേ നമ്മൾ കാണാറുള്ളൂ. അപ്പോ ഇത് എങ്ങോട്ട് പോകുന്നെന്നറിയില്ല. അതുപോലെ ഈ 34 കോടി പണം എങ്ങോട്ട് പോകണം എന്ന് അവർക്കറിയാം. ക്രെഡിറ്റ് ആയിട്ട് കൃത്യമായിട്ട് ലഭിച്ചു. ബൈജു പറഞ്ഞതുപോലെ 34 കോടി തന്നെയാണോ? എങ്ങോട്ടാണ് ഈ പണം പോയത്? ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നമുക്കറിയാം ഈ സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറാമെന്ന് ഇവര് പറയുമ്പോൾ, ഇന്ത്യൻ എംബസിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവര് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. നുസ്രത് ജഹാൻ ഉടനെ തന്നെ ഇതിന്റെ ഉള്ളുകള്ളികൾ പൊട്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ എംബസി ഇവർ അറിയിക്കുന്നു. സൗദി കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്ന് ഇവര് പറയും. ആര് കണ്ടു? എവിടെ കണ്ടു? എന്നിട്ട് ഉടനെ തന്നെ ഇവര് 34 കോടി പിരിച്ചതിന്റെ അടുത്ത ദിവസം 2 ദിവസം ബാങ്ക് അവധിയാണ്. അത് കഴിഞ്ഞിട്ടേ പണം കൈമാറൂ. ദാ റഹീം വരുന്നുണ്ട്. റഹീം അങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. റഹീം വീട്ടിൽ തിരിച്ച്. റഹീമിന് മാത്രമല്ല ഉമ്മയുള്ളത്, എല്ലാ കൊലയാളികൾക്കും അമ്മമാരുണ്ടില്ലേ? ഗോവിന്ദസ്വാമിക്ക് അമ്മയില്ലേ? ഇല്ലേ? അതുപോലെ മറ്റേ ഒരു പയ്യനെ കൊന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഒരു ഗ്രീഷ്മ കഷായം, ആ പെണ്ണിനും അമ്മയില്ലേ? സയനൈഡ് ജോളിക്ക് അമ്മയില്ലേ? ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ്? റഹീം കൊല ചെയ്തപ്പോൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് കുറച്ച് കൂടുതൽ ഉപ്പുരസമോ? ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. റഹീം രക്ഷപ്പെടുന്നതിന്റെ ചുരുക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്റെ കണ്ണിൽ റഹീം ഒരു കൊലയാളിയാണ്. റഹീം ഏതാണ്ട് അയാൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തേക്കാം. അതിനുള്ള ശിക്ഷ 18 വർഷം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. ശരി, അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മലയാളികളെ പറ്റിച്ച് 34 കോടി രൂപ സമാഹരിച്ചതിനെ
ശക്തമായ രൂപത്തിൽ അപലപിക്കുന്നു. കാരണം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പൊരുതുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. വേദനയ്ക്കുള്ള ഒരു ടാബ്ലറ്റ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മളല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാലോട് നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ കണ്ടില്ലേ, എന്താണ് അനൂപ് കരുനാഗപ്പള്ളി അനു നമ്മൾ കണ്ടതാണ്. അയാൾ എന്താണ് പിന്നെ അയാള് കീമോ എന്തോ ചെയ്തിട്ട് എല്ല് പൊടിയുന്നല്ലേ. അങ്ങനെ എത്രയോ ജനങ്ങള് ആ രൂപത്തില് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ ഒക്കെക്കാൾ ഈ കൊലയാളിയായ റഹീമിന് എന്ത് രൂപത്തിലുള്ള ഇമ്പോർട്ടന്റ് ആണുള്ളത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ കമന്റ് ഇടുന്ന എനിക്ക് ഏറ്റവും വലിയ രസം തോന്നുന്നത്, നമ്മൾക്കറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ അതല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ തന്റെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതിന് കയ്യും കാലും ജീവിതവും പോയ ആൾ തന്നെയാണ് ജോസഫ് മാസ്റ്റർ. അത്തരത്തിലുള്ള മുഹമ്മദ്മാരാണ് ഇവിടെ വന്ന് കമന്റ് ഇടുന്നത്. അത് സത്യത്തിൽ ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. സുഹൈബ് മുഹമ്മദ് ആയാലും ഇനിയും മുഹമ്മദ് അൻസാർ ആയാലും പല രീതിയിലുള്ള മുഹമ്മദ്മാർ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ കിതാബിൽ പറഞ്ഞിട്ടുള്ള സംസ്കാരം അതല്ലെങ്കിൽ നിന്റെയൊക്കെ ആയത്തുകളിലും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ള സംസ്കാരം കാണിക്കുന്നുണ്ട്. നല്ല സംസ്കാരമാണ്. കോട്ടക്കൽ, നിന്റെയൊക്കെ സംസ്കാരം നല്ലത് തന്നെയാണ്. മുഹമ്മദ് എന്ന് കൂടി മുൻപിൽ ചേർത്താൽ പൂർണ്ണമായി. ഏതായാലും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു യമനിലുള്ള നിമിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു ക്രൈസ്തവ പെൺകുട്ടിയാണ് എന്ന് നമ്മൾ മതം തിരിച്ച് തന്നെ പറയണം. കാരണം മതം തിരിച്ചാണല്ലോ നമ്മൾ ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പറയേണ്ടത് രാമചന്ദ്രൻ എന്ന് പറയുന്ന അറ്റ്ലസ് രാമചന്ദ്രേട്ടന്റെ കാര്യം കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ദുബായ് അടക്കമുള്ള UAE ഒട്ടേറെ എമിറേറ്റ്സുകളിൽ ഗംഭീരമായി തന്നെ ബിസിനസ് നടത്തിയുള്ള, വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ജയിലിൽ പെട്ട സമയത്ത് ആരൊക്കെയായിരുന്നു ആ മനുഷ്യൻ ഒരാൾ പോലും മുന്നോട്ട് വരാതിരുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെയാണ് ഇവരെ മതം തന്നെയാണ്, മതം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയേണ്ടതുണ്ട്. അത് രാമചന്ദ്രന് പകരം വല്ല മുഹമ്മദോ അതല്ലെങ്കിൽ ജബ്ബാറോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇന്നും നമ്മുടെ ഒപ്പം ജീവനോടെ ഉണ്ടാവുമായിരുന്നു. കാരണം അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കിടന്ന് മാത്രമല്ല, അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആരും ഇറങ്ങി പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുതലൊക്കെ വിറ്റുകൊണ്ട് പോലും അവിടെ ഫൈൻ അടയ്ക്കേണ്ടത്, കേസ് നടത്തേണ്ടതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് രാമചന്ദ്രനും നിമിഷ എന്ന് പറയുന്ന ഈ രണ്ട് മതസ്ഥരായിട്ടുള്ള ഹിന്ദുവും ക്രൈസ്തവനുമായിട്ടുള്ള ആ മതസ്ഥർക്ക് ഈ കേരളത്തിലെ ഇസ്ലാമിക അൽ കേരളം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറ്റപ്പെടുത്താനാവില്ല. കാരണം എന്തിലും ഏതിലും മതം തിരുകിക്കൊണ്ട് ആ മതസ്ഥർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിനുള്ളിൽ ഇത്രയും നികുതി കാശ് കൊടുത്തുകൊണ്ട് ഞാനടക്കമുള്ള എന്നെ കാണുന്ന ക്രൈസ്തവരും ഈ പറയുന്ന ഈ ഹിന്ദുക്കളും അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശുണ്ടല്ലോ, ആ നികുതി കാശ് എടുത്തുകൊണ്ട് മദ്രസ ഉസ്താക്കന്മാർക്ക് ഈ വർഗീയത പഠിപ്പിക്കാനും ഈ മതം തലയിൽ കുത്തിക്കയറ്റി കൊടുക്കാനും പോലും ഉപയോഗിക്കുന്നു ഈ നികുതി കാശ്. എന്റെ നികുതി കാശ് എന്ന് പറയുമ്പോൾ എനിക്കതിൽ കൃത്യമായിട്ട് വേദനയുണ്ട്, എനിക്കതിൽ കൃത്യമായിട്ട് പ്രതിഷേധമുണ്ട്. കാരണം പഠിപ്പിക്കേണ്ടത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യവുമാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇവിടേക്ക് കയറി വന്നിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ ഇസ്ലാമിക ഭീകരതയല്ല പഠിപ്പിക്കേണ്ടത്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന, എന്നാൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന പട്ടി സുൽത്താൻ ഉണ്ടല്ലോ, ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന എന്നാൽ ട്രോളുകാർ വിളിക്കുന്ന പട്ടി സുൽത്താനെ പറ്റി നമ്മളും നമ്മുടെ മക്കളും പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ധീരദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ ചെരുപ്പ് നക്കികളെന്നും അതല്ലെങ്കിൽ ഒറ്റുകൊടുത്തവരെന്നും മാപ്പ് പറഞ്ഞവരെന്നും അധിക്ഷേപിച്ചുകൊണ്ട് അവരെ ആ രീതിയിൽ പഠിപ്പിക്കുന്ന, ഈ സംസ്കാരം പഠിപ്പിക്കുന്ന നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെയാവുമ്പോൾ അത് പച്ചയ്ക്ക് മതം തിരിച്ച് തന്നെ പറയും. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് 153A പ്രകാരം എത്ര കേസുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, എത്ര വട്ടം ഞങ്ങളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും നിങ്ങൾ അടയ്ക്കുക. നിങ്ങൾക്കുള്ള ജോലി ഇസ്ലാമിക ജിഹാദികളുടെ ചെരുപ്പ് നക്കലും ഈ മാപ്പ് പറച്ചിലും ഒറ്റുകൊടുക്കലും നാടിനെ കൂട്ടിക്കൊടുക്കലും ആകുമ്പോൾ ഞങ്ങൾക്കത് പച്ചയ്ക്ക് ഞങ്ങളുടെ ജനങ്ങളോട്, ജനതയോട്, ഇവിടുത്തെ സമൂഹത്തോട്, ഈ സംസ്കാരത്തിന്റെ ഭാവിയിലെ വാഹകരോട് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. രാമചന്ദ്രനും നിമിഷയ്ക്കും കിട്ടാത്ത ഒരു നീതി എങ്ങനെയാണ് ഒരു കുരുന്നിനെ, 17 വയസ്സുള്ള ഒരു കുരുന്നിനെ, ഇവിടെ പലരും കമന്റ് ഇടുന്നതാണ് ടീച്ചറെ, മറ്റൊന്ന് പറയുന്ന ഒരു കമന്റ് ആണ്, നിന്റെ ടീച്ചർ തല്ലിക്കൊന്നു എന്നാ പറയുന്നത്. അതേടോ, തല്ലിക്കൊന്നാലും ശ്വാസം മുട്ടിച്ചു കൊന്നാലും എങ്ങനെയാണ് ഒരു കുരുന്ന് ചാവുന്നത്, എങ്ങനെയാണോ കൊല്ലപ്പെടുന്നത്? മാത്രമല്ല ഈ കഴുത്തിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ട് ശ്വസിക്കുന്ന ആ രീതി നമ്മൾക്കറിയാം. ഇസ്രായേലിലുള്ള റീന എന്ന് പറയുന്ന, നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന റീന, ഇസ്രായേലിൽ നിന്ന് കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. അവർ കൃത്യമായിട്ടും അത് കാണിച്ചു തന്നിരുന്നു. ആ മെഷീൻ എങ്ങനെയാണ് കഴുത്തിൽ ടൈറ്റ് ആക്കുക എന്ന് കാണിച്ചു തന്നിരുന്നു. ഒരു സാധാരണ ചെറിയൊരു തള്ളിലോ ചെറിയൊരു ഉന്തിലോ അത് കഴുത്തിൽ നിന്ന് തെന്നിപ്പോവുകയല്ല. ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ്? ഇവൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അത് ഈ കുട്ടി ഇവനെ ചെരുപ്പ് കൊണ്ട് തല്ലുകയും ഈ കുട്ടി ഇയാൾക്കെതിരെ തുപ്പുകയും ചെയ്തപ്പോൾ അവൻ കൈകൊണ്ടൊന്ന് മാടി എന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഈ തൊണ്ടക്കുഴിയിലൂടെ കുഴലിട്ട് ശ്വാസം വലിക്കുന്ന
ആ കുട്ടിക്ക് ഒരിക്കലും തുപ്പാനോ ഈ കൈ പൊക്കിക്കൊണ്ട് അടിക്കാനോ ആവില്ല എന്നിരിക്കെ പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് ഒരു കൊലയാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ അൽ കേരള ഈ ഇസ്ലാമിക ഭീകരന്മാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട പിടിച്ചുകൊണ്ട് ബോച്ചയെ പോലുള്ള പെണ്ണുപിടിയന്മാരായിട്ടുള്ള സ്വർണ്ണക്കട മുതലാളിമാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ ക്രൗഡ് ഫണ്ടിങ് 34 കോടിയല്ല, 340 3400 കോടി ആയിരിക്കാം. അതെവിടേക്കാണ് പോയതെന്ന് ഇവിടെ ഇട്ടുകൊടുത്തിട്ട് അയ്യോ ഞാനും അഭിമാനിക്കുന്നു റഹീമിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ ഞാനും രൂപ കൊടുത്തെന്ന് പറഞ്ഞ ആ ഒരു അഭിമാനം കൊള്ളുന്ന ഓരോരുത്തരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എവിടേക്കാണ് നിങ്ങൾ ഇട്ട പൈസ? നിങ്ങളൊരു QR കോഡോ അതല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള സംഭവത്തിലൂടെ നിങ്ങൾ കാശ് അയച്ചല്ലോ, അത് എവിടെ ചെന്ന് നിൽക്കുന്നു? അവരെന്താ ഇത്രയും നാളത് കൈകാര്യം ചെയ്തിട്ട് അവർ എന്തുകൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല ആ കാശ്? എത്രയാണ് പണം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരത് നിർത്തിയിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഈ 34 കോടി എന്ന് പറഞ്ഞ ആ സമാഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്പിലൂടെ ഇന്നും പണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ച് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവുമോ? മാത്രമല്ല അതിൽ എത്ര രൂപ ഇതുവരെ വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മൾക്കറിയാം നന്മ മരങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പോലും കാണിക്കുന്ന മര്യാദ ഈ ജിഹാദി ഫണ്ട് കളക്ട് ചെയ്ത ആളുകൾ കാണിച്ചിട്ടില്ലല്ലോ. കാരണം ഈ നന്മ മരങ്ങൾ കാണിക്കാറുണ്ട്, ഞങ്ങൾ ഈ ഫണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു, ഈ രോഗിക്ക് വരുന്ന കാശ് ഇതാ ക്ലോസ് ചെയ്തിരിക്കുന്നു ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാറുണ്ട്. എന്നിട്ടോ മാക്സിമം ഇത്ര രൂപ വന്നു എന്ന് പറയാറുണ്ട്. അവര് 60-40% ഒക്കെ അവർ എടുത്തോട്ടെ, പക്ഷെ അവർ കൃത്യമായിട്ട് കണക്ക് കാണിക്കാറുണ്ട്. ആ കോമൺ സെൻസ് പോലും കാണിക്കാതെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം എന്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോളാം. അതായത് ബൈജു, എന്റെ സംശയം അതല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കുട്ടിയെ കൊന്നാൽ അയാള് കൊലയാളി തന്നെയാ. ഒരു പക്ഷേ നമ്മൾ അബദ്ധത്തിലായേക്കാം. അബദ്ധത്തില് അത് എങ്ങനെ വേണോ ആകട്ടെ, അയാളൊരു കൊലയാളി തന്നെയല്ലേ. അയാളെ കൊലയാളി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം? ഇപ്പോ ബൈജുവിനെ ഒരുത്തം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട്, നൗഫൽ താനൂര്, പുഴുത്ത് ചാകുന്ന അറിയുന്നു. അതായത് റഹീം എന്ന് പറയുന്നവൻ കൊലയാളിയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മള് പുഴുത്ത് ചാകുമെന്ന്. ഇനി ആഷിഖ് കെ, 2 കൃമികൾ, ശശികല ടീച്ചർ കൂടി വേണമായിരുന്നു. കാരണം അവർ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നു, അവർ അവരുടെ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നു. അതിന്റെ പേരില് അവരെ വിഷകല എന്ന് പറയുന്നു. നമ്മൾ ഈ വസ്തുതകൾ എടുത്തു പറയുമ്പോൾ നമ്മൾ കൃമികളായി മാറുന്നു. ആലോചിക്കണം, ഇവന്റെ കൈകൊണ്ട് അബദ്ധത്തില് അതല്ലെങ്കിൽ മനഃപൂർവ്വം ആ കുട്ടി മരിച്ചു. ആ കുട്ടി ഭയങ്കര റേസർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. കാറോ ബൈക്കോ സൈക്കിൾ റേസിംഗ് ഒക്കെ നടത്തുന്ന കുട്ടിയായിരുന്നു അത്രേ. പെട്ടെന്ന് എന്തോ അപകടത്തിൽ പെട്ടിട്ടാണ് അനസ് എന്ന് പറയുന്ന കുട്ടി ആക്സിഡന്റിലായി പോയത് എന്നാണ് ഞാൻ കേട്ടത്. ശരി, കേട്ടത് ശരിയാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. ആ കുഞ്ഞിന്റെ ജീവൻ ഇവന്റെ കൈ കൊണ്ട് പോയി. ഇവനിൽ നിന്ന് 34 കോടി പിരിച്ചെടുത്താൽ ആ കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ ഇവൻ ആരെയാണ് പറയേണ്ടത്? നരേന്ദ്രമോദിയുടെ നെഞ്ചത്തല്ല കയറേണ്ടത്. സൗദി അറേബ്യയിലെ പ്രാകൃതമായ ഗോത്ര നേതാവ് ഉണ്ടാക്കിയ ആ നിയമത്തിന്റെ നെഞ്ചത്ത് കയറണം. എന്താണ് ഇവർക്ക് അതിന് പറ്റാതെ പോകുന്നത്? മറ്റൊന്നുമല്ല, രണ്ടും നമ്മുടെ സമുദായം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് വിഷയം വന്ന സമയത്ത് രൂക്ഷമായി ഇസ്രായേലിനെതിരെ രാജ്യ താല്പര്യത്തെ പോലും അവഗണിച്ചിട്ട് ഇവരാഞ്ഞടിച്ചത്. ഇവരെ മിണ്ടുന്നതിന് മുമ്പ് ആലോചിക്കണം, എപ്പോഴും തള്ളക്കേ പറയൂ. അതുകൊണ്ട് തിരിച്ച് നമ്മളും അത് പറയാൻ നിർബന്ധിതമാകണം. ആഷിക്ക് പറയാണ്, നിന്റെ തള്ളയോട് പറയടാന്ന്. നമ്മുടെ തള്ളമാരാരെയും കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടില്ലല്ലോ. 4-5 പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് സുഖഭോഗം നടത്തിയിട്ടില്ലല്ലോ. ലൈംഗിക സുഖത്തിന് വേണ്ടി താൽക്കാലിക വിവാഹം 1 മണിക്കൂറത്തേക്കോ 3 ദിവസത്തേക്കോ നമ്മളാരും ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും ധാർമ്മികതയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ലല്ലോ. ഇനിയും പലരും നമ്മൾ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്, പല ആളുകളും പലരും. എന്നിട്ട് നിയമത്തിന്റെ കൂടെ വേറൊരാൾ പറയുന്നുണ്ട്, എന്താണ്, മഹാലക്ഷ്മി, സൗദി ഉടനെ മതേതര രാജ്യമാകണം. സൗദി സ്ത്രീകളെ മറ്റു മതക്കാർ വിവാഹം കഴിക്കട്ടെ. മുഹമ്മദ് ബാസിത്ത് പറയുന്നത് രണ്ടിനും അന്തമില്ലാന്ന്. അള്ളാഹുവിനെ നബി ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേർക്കും അന്തമില്ലാന്ന്. കാരണം ഖുർആനും ഹദീസും പഠിച്ചവന് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പോട്ടെ, സാരമില്ല.
ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ്. ഇതൊന്നും പറയണമെന്നൊന്നും ആരും വിചാരിച്ചിട്ടല്ല. നബിയെ തള്ളക്കി വിളിക്കണമെന്നോ അല്ല, പടച്ചവനെ അവന്റെ തള്ളക്കി പേര് വിളിക്കണമെന്നോ. മുഹമ്മദാണ്. അവന്റെ അതാണ് പേരിന്റെ തുടക്കം മുഹമ്മദാണ്. അതാ പിന്നെ അതാണ് പിന്നെ ഞാനൊരു സംശയം ചോദിക്കട്ടെ പ്രഭു. നമ്മുടെ തള്ളക്ക് ആരെങ്കിലും വിളിച്ചാല് നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവില്ലേ? നമുക്ക് അന്ന് മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റും. ചേട്ടാ നമ്മുടെ തന്തയ്ക്ക് വിളിപ്പിച്ചല്ലോ, നമ്മുടെ തള്ളക്ക് വിളിപ്പിച്ചല്ലോ. ഈ തെണ്ടികൾക്കുണ്ടല്ലോ, ക്ഷമിക്കണം, ഒരു കൂസലും ഇല്ല. ഇപ്പൊ ഇന്ന് തന്നെ ഏതാണ്ട് ഒരു 100 പേരുടെ തള്ളക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. 100-150 പേരുടെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട്. ഒരു ചലനവുമില്ല. ചേട്ടാ ഞാന് വേണ്ടാത്തത് പറഞ്ഞത് കൊണ്ടാണല്ലോ വീട്ടിലിരിക്കുന്ന എന്റെ തള്ളയെ പറയേണ്ടി വന്നത്. അങ്ങനെ പോലും ഒരു കൂസലില്ല. ഈ തള്ള ഇപ്പൊ ഒരുത്തൻ ഇന്ന് എന്നെ വേശ്യാന്ന് വിളിച്ചു. ഞാൻ തിരിച്ചു പറഞ്ഞു, വേശ്യാവൃത്തിയിലൂടെ ഉണ്ടായ പടുവേശ്യയുടെ മോനാണല്ലോടാ നീ. അപ്പൊ അത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അയ്യോ എന്റെ ഉമ്മയാണല്ലോ ഞാൻ പറയിപ്പിച്ചത്. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്ന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിക്കുമ്പോ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇത്, ഇവൻ അറിയാം. നമുക്കൊരു മനസ്താപമെങ്കിലും ഉണ്ടാകത്തില്ല. എന്തിനാണ് വീട്ടിലിരിക്കുന്ന ഉമ്മയും പെങ്ങന്മാരെയും ഒക്കെ പറയിപ്പിക്കുന്നത്? ഇവർക്ക് അതുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇവർക്കൊരു അലങ്കാരമാണ്. റഹീം കൊലയാളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവര് റഹീം പിന്നെ ആരാണ്? അതൊന്നുമല്ല ബൈജു രസം. ഈ കൊലയാളിക്കു വേണ്ടി 34 കോടി രൂപ പിരിച്ചു. ഇപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്. രാജ്യം ഇടപെട്ടാൽ പോരെ. ഇതിന്റെ ഇടയിലുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് നമ്മൾ പൊതുജന മധ്യത്തിൽ എത്തിക്കണം. നമുക്ക് കോപ്പിറൈറ്റ് വരുമോ? മ്യൂസിക് കേട്ടാൽ കോപ്പിറൈറ്റ് വരും. ഇതില് ഇപ്പൊ പറയുന്നുണ്ട് സുഭാഷ് സുബ്രൻ, പിന്നെന്താ റോയ് തൊണ്ടേൽ, അതുപോലെ മുഹമ്മദ് സാബിത്ത്, ബാസിത്ത് അല്ല സാബിത്ത്. സാബിത്ത് തന്നെ. സാബിത്ത്, നിന്റെ ഉമ്മായുടെ വിശേഷങ്ങളൊക്കെ നീ ഇവിടെ പറഞ്ഞല്ലോ. മദ്രസയിൽ കുനിഞ്ഞു നിന്നിട്ടുള്ള ഉമ്മായുടെ വിശേഷങ്ങൾ പറഞ്ഞു, നന്നായി. നിനക്ക് സത്യത്തിൽ ടീച്ചറെ, ഞാൻ ഈ റീന, ജെറുസലേമിലുള്ള റീന എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ ഈ സുഡാപ്പികളെ, ഈ ജിഹാദികളെ വിളിക്കുന്ന തെറിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ആ ഉമ്മയുടെയും പെങ്ങളുടെയും മോളുടെയും ഭാര്യയുടെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് മനസ്സിലായത്, ഈ പറയുന്ന ഇതിനെയൊക്കെ വെറും ഒരു കൃഷിയിടമായി കാണുന്ന, അവന്റെയൊക്കെ കാമം തീർക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന നികൃഷ്ട ജന്തുക്കൾക്ക് ഇവരോടൊക്കെ മാനസികമായുള്ള ബന്ധം എന്താണ്, അതല്ലെങ്കിൽ അടുപ്പം എന്താണ്? ഈ ഒരു ദുഷ്ടത്തരം, ഈ ഒരു സെക്സിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മൃഗങ്ങളാണല്ലോ. ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് അമ്മ, പെങ്ങള് അങ്ങനെയൊന്നും ഒരു വൈകാരികതയില്ല. ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഉസ്താദ് തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ എത്രയോ തവണകളിൽ എന്റെ ഓഡിയൻസിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത്, ഈ ലോകത്ത് നിങ്ങളുടെ പെങ്ങന്മാര് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഭാര്യമാരായി കിട്ടും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെ? ഇപ്പോ നമ്മുടെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കിടന്നാൽ ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞ് നമ്മുടെ നഗ്നത പൊതിഞ്ഞു തരുന്നവരാണ് നമ്മുടെ സഹോദരന്മാര്. കാരണം അവർക്കറിയാം എന്റെ പെങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവളുടെ മാനം കാക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനെ ഞാൻ കണ്ടതാണ്. ഒരു കത്തിക്കരിഞ്ഞ ശരീരം, നഗ്നമാണ്. അയാൾ വേഗം ആ പട്ടാളക്കാരന്റെ കോട്ടൂരിയാണ്, ആ ഡെഡ് ബോഡിയാണ്. എന്നിട്ട് പോലും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അമ്മയാര്, പെങ്ങളാര്, ആ പശ്ചാത്തലം അറിഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ല. മലപ്പുറത്ത് വണ്ടൂര് ഒരു പിതാവ് ഗൾഫിൽ നിന്ന് വരുന്നു. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ 12 വയസ്സുകാരിയായ മകള് മുറി വിട്ട് പുറത്തിറങ്ങത്തില്ല. ഉമ്മ വന്ന് പുറത്ത് നിന്നിട്ട് ഉമ്മയുടെ ശബ്ദം കേട്ടാൽ മാത്രമേ ഈ കുട്ടി പുറത്തിറങ്ങൂ. കൊറോണ കാലമാണ്. ഓൺലൈനിൽ വളരെ സമർത്ഥമായി പഠിച്ചിരുന്ന കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അധ്യാപകർ ഇത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുവാണ്. അന്വേഷിച്ച് വന്നപ്പോൾ ഈ കുട്ടി ടീച്ചറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നു, വാപ്പാ ഞാൻ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാണ്, എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല, മുറിയുടെ മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ്. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ ഉമ്മായെയും ചെറിയൊരു ബേബി ഉണ്ട്, ആ ബേബിയെയും കൊല്ലുമെന്നാണ് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്, എനിക്ക് പേടിയാണ്. പോക്സോ ആണല്ലോ, അറിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പോലീസിൽ ഏൽപ്പിച്ചേ പറ്റുള്ളൂ. അവര് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ആലോചിക്കണം, നിയമപാലകർ ചെയ്ത ഒരു കൊടുമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഈ സ്ത്രീ ഒടുവില് ഈ സ്ത്രീയോട് ഈ അധ്യാപിക തന്നെ കാര്യങ്ങള് വളരെ സമചിത്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഉടനെ തന്നെ ഈ സ്ത്രീ ഉണ്ടല്ലോ എക്സ്ട്രാ ബോൾഡ് ആയിട്ട് അവര് പറയുന്നു, ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മുഖം കാണിച്ച് ഈ വസ്തുതയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്.
അപ്പോഴും ഈ സ്ത്രീയെ തിരിച്ചറിഞ്ഞു പോയാൽ ഈ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യപ്പെടും. ഈ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടല്ലോ. അപ്പോ ഇവര് പറഞ്ഞു വേണ്ട, കൊറോണ കാലമല്ലേ, മുഖം മറച്ചോ. 1.5 മണിക്കൂറാണ് ഈ സ്ത്രീ ലൈവില് വന്നിരുന്ന് സംസാരിച്ചത്. ആ 1.5 മണിക്കൂർ ഞാൻ എടുത്ത് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഭർത്താവിനെ എനിക്ക് വേണ്ട. സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ ഇവര് നേരെ ഈ അധ്യാപികയുടെയൊക്കെ സഹായത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, 2-ാം തീയതി ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നുണ്ട്, അതിനു മുമ്പ് തന്നെ അയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. പോലീസുകാർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഇവര് പറയുന്നത് ഒരാഴ്ച നിൽക്കുമ്പോഴാണ് പോലീസ് ഒരു ആക്ഷൻ എടുത്തില്ല. 2-ാം തീയതി അയാൾ കുവൈറ്റിൽ പോയി. ഇതാണ് നമ്മുടെ നാട്. സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഇനി ഈ വിഷ്വല്, കുളിക്കുന്ന വിഷ്വല്, ഡ്രസ്സ് മാറുന്ന വിഷ്വലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇനി ഭീഷണിപ്പെടുത്താമല്ലോ. കാരണം കുഞ്ഞാണ്, 12 വയസ്സുള്ള കുട്ടിയാണ്. ഇനി ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ഇത് പുറം ലോകം അറിയുമോ? നമ്മുടെ നാട്ടിലെ യൂട്യൂബ് മാധ്യമങ്ങള്, നമ്മുടെ കാക്കാട മാധ്യമങ്ങൾ ആരെങ്കിലും ഇതെടുത്ത് പുറത്തു പറയും? ഇല്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. റഹീമിനെ പോലെയുള്ള ഞമ്മന്റെ കൗമിൽപ്പെട്ട ആളുകൾ ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടാകും. ഈ 34 കോടി രൂപ ഇവര് പിരിച്ചെടുത്തു. എന്നിട്ടും RSSന്റെയും പിന്നെ BJPയുടെയും നരേന്ദ്രമോദിയുടെയും നെഞ്ചത്ത് കയറുവാൻ ഇവിടെ ഗണ്ടിക്കാര് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറയുവാണ് രാജ്യം ഇടപെട്ടിട്ട് അയാളെ രക്ഷപ്പെടുത്തണം. എന്നിട്ട് ഈ പണം ആർക്ക് പോകും? റഹീമിന്. ആഹാ, ഒരു കുട്ടിയെ കൊന്നു, 18 വർഷം ജയിലിൽ കിടന്ന് സുഖസുന്ദരമായിട്ട് ഉണ്ടുറങ്ങി, വളരെ പോപ്പുലറായി, യൂസഫ് അലിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീട് കിട്ടി, ശേഷിക്കുന്ന കാലം മുഴുവൻ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ പിന്നെ വരുമാനം കിട്ടുന്ന ഒരു ജോലി ബോച്ചയും കൊടുത്തു. ഒരു കുട്ടിയെ കൊന്നിട്ട് അപ്പൊ നാളെ ഇനിയും 2 കുട്ടികളെ കൊല്ലാൻ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മൃഗീയമായി കൊല്ലാൻ ആരെങ്കിലും മടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ റഹീമിനെ പോലെയുള്ള കാപാലികർ, ഈ മനഃപൂർവ്വമല്ല കൊന്നതെങ്കിൽ ശരി, അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കട്ടെ. ആ ഉമ്മയൊന്നും പിഴച്ചില്ല, ശരിയാണ്. ആ ഉമ്മയുടെ കണ്ണുനീരിന് ശമനം ഉണ്ടാകണം. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഈ 34 കോടി രൂപ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ നൽകണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? ഒരു രാജ്യസ്നേഹി അങ്ങനെയല്ലേ ചിന്തിക്കുക? കാരണം ഇത് നമ്മുടെ നാടിന്റെ പണമല്ലേ, നമ്മുടെ പണമല്ലേ. ഈ പണം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് നരേന്ദ്രമോദി ഇടപെട്ടിട്ട് അയാൾ രക്ഷപ്പെടട്ടെ. അതേപോലും ഈ കഥാപാത്രത്തെ വില്ലനാക്കി, നമ്മുടെ മുമ്പിൽ ഇയാള് വില്ലനാ, പക്ഷെ ഇയാളെ നായകനാക്കി പുതിയ സിനിമ വരുന്നുണ്ട്. ബൈജു അറിഞ്ഞ ഈ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ സമാഹരിച്ചത് വലിയ വാർത്തയായി നമ്മൾ കണ്ടു. അതാ പാവം നജീബിനെ നായിക്കുന്നരിക്കും തിന്നാൻ പറ്റാത്ത രീതിയിൽ ആടിനെ വരെ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അയാൾക്ക് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയ കമന്റുമായിട്ട് നമ്മുടെ ജിഹാദികൾ പേര് മാറിക്കൊണ്ട് കൂട് വിട്ട് കൂട് മാറുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നവീൻ മണിപ്പൂരിൽ 2 ക്രിസ്ത്യൻ യുവതികൾ നഗ്നരായി നടന്നപ്പോൾ മോഡി എവിടെയായിരുന്നു? എടാ മണ്ടൻ ഗുണാപ്പൻ ജിഹാദി, പേര് മാറ്റി വന്നാലൊന്നും നിന്റെ തൊപ്പി, നിന്റെ പച്ചക്കളർ അറിയാതിരിക്കില്ല. നീ ഒന്ന് മനസ്സിലാക്കുക, 2 ഗോത്രവർഗക്കാർ തമ്മിൽ നടന്ന ആ കലാപം, അവിടെ നടത്തിയ ആ കലാപത്തെ മുതലെടുത്തത് നിന്റെ വർഗക്കാരാണ്, ഇസ്ലാമിക കൊടുംഭീകരന്മാരാണ് എന്നൊക്കെ അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നീ ജിഹാദി മദ്രസ ഉസ്താദിന്റെ അമേധ്യം ഭക്ഷിച്ചിട്ട് നീ ഇപ്പോഴും ഇവിടെ മണിപ്പൂരിൽ 2 ക്രിസ്ത്യൻ യുവതികൾ നഗ്നരായി നടന്നപ്പോൾ മോദി എവിടെയായിരുന്നു എന്നും ചോദിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവന്റെ അടുത്തോണ്ടും ചെല്ലേണ്ട. കാരണം ക്രൈസ്തവൻ നിന്നെയൊക്കെ അമേധ്യത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിക്കും. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ജൂൺ 4-ന് നിനക്കൊക്കെ മനസ്സിലാവാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല ഈ ചങ്ങാതി പറയുന്ന ഈ നമ്മുടെ മുഹമ്മദ് സാബിത്തെ നീ പറയുന്നുണ്ടല്ലോ, ഈ റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ. എടോ, രാമചന്ദ്രൻ ആരായിരുന്നു? റഹീമിനെ നമുക്ക് മനുഷ്യനായി കാണാം. എന്തുകൊണ്ട് നിനക്കൊന്നും രാമചന്ദ്രനെ മനുഷ്യനായി കാണാൻ പറ്റില്ല? ഇനി പോട്ടെ, രാമചന്ദ്രൻ, അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഇഹലോകവാസം വെടിഞ്ഞു. ഇനി നിമിഷപ്രിയയിലേക്ക് വരാം. എന്തടോ നിമിഷപ്രിയ ഒരു ക്രിസ്ത്യൻ യുവതി, ഒരു ക്രിസ്ത്യൻ സ്ത്രീ ആയതുകൊണ്ട് നിനക്കൊന്നും അവരൊരു മനുഷ്യനായി കാണാനാവില്ലേ? റഹീം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന, ജബ്ബാർ എന്ന് പറയുന്ന, ബഷീർ എന്ന് പറയുന്ന ആ രീതിയിലുള്ള മുസ്ലിം നാമക്കാർ വരുമ്പോൾ മാത്രമാണോ നിനക്കൊക്കെ ഈ പൊങ്ങുന്നത്? ബാക്കിയുള്ള സമയത്തൊക്കെ പല്ലി ചത്ത കണക്ക് താഴോട്ട് തൂങ്ങി കിടക്കുന്നതാണോ നിന്റെയൊക്കെ ഈ മതേതരത്വം? മാത്രമല്ല ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റൊന്നുണ്ട്. ഇവിടെ നിമിഷപ്രിയയുടെ കാര്യം പറയുമ്പോൾ തന്നെ കുരുപൊട്ടി ഒലിക്കുന്ന സാധനങ്ങളോട് പറയാനുള്ളത്, നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പരത്തുന്ന സമയത്ത് ഒരു ലേഡി വക്കീലിന്റെ കാര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അവരുടെ പേര് ദീപ അങ്ങനെ എന്തോ ചേർന്നിട്ടുള്ള ഒരു പേര്, തോമസ് ചേർന്നിട്ടുള്ളത്. അവരൊക്കെ കൃത്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ട് അവർക്ക് ഈ 34 കോടി ഒന്നും വേണ്ട, അവർക്ക് തുച്ഛമായ കോടികൾ ഉണ്ടെങ്കിൽ അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്നെയൊക്കെ വെല്ലുവിളിക്കുകയാണ്, നീയൊക്കെ ഈ റഹീം എന്ന് പറയുന്ന ഒരു കുരുന്നിനെ കഴുത്ത് ഞെരിച്ച് വളരെ അടിച്ചും കുത്തിയും വെട്ടിയും എന്ന് പറഞ്ഞാലും നിനക്കൊന്നും പൊള്ളേണ്ട ആവശ്യമില്ല. കാരണം നീയൊക്കെ എന്തിനാണ് പൊള്ളുന്നത്? ആ 17 വയസ്സുകാരൻ ഒരു അമ്മയുണ്ട്, ആ 17 വയസ്സുകാരൻ ഒരു അച്ഛനുണ്ട്, അവർക്ക് സഹോദരങ്ങളുണ്ട്. ആ 17 വയസ്സുകാരനെ കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടി നീയൊക്കെ ഈ പറയുന്ന 34, 340, 3400 കോടിയും ഈ പറയുന്ന രീതിയിൽ തന്നെ പിരിച്ചുകൊണ്ട് ഒരു കണക്കും ബോധിപ്പിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നീയൊക്കെ വെള്ളരിപ്രാവാക്കി മാറ്റിയില്ലേ? അവന് വേണ്ടി ടീച്ചർ പറഞ്ഞ പോലെ സിനിമ ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നീയൊക്കെ. നീയൊക്കെ. അറ്റ്ലസ് രാമചന്ദ്രനെ ആരും മറന്നിട്ടില്ല. ആ മനുഷ്യന്റെ നിഷ്കളങ്കമായിട്ടുള്ള മുഖം ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അയാൾ രാമചന്ദ്രൻ ആയതുകൊണ്ട് തന്നെയായിരുന്നില്ലേ നിന്റെയൊക്കെ സൂക്കേട്? ഈ പറയുന്ന ഈ നിമിഷപ്രിയ, എന്തിനാണ് ആ നിമിഷപ്രിയ ജയിലിലേക്ക് പോയത്? നിന്റെയൊക്കെ വർഗ്ഗക്കാരനായിട്ടുള്ള നാമധാരി അവന്റെ കാമം തീർക്കാൻ വേണ്ടി 1 മിനിറ്റ് അവർക്ക് ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോലും സമയം കൊടുക്കാതെ നിന്റെയൊക്കെ കിതാബം പഠിച്ച് മദ്രസ പീഡനം നടത്താൻ വേണ്ടി ആ സ്ത്രീയെ ഇത്ര കണ്ട് ഉപദ്രവിച്ചപ്പോൾ ഒരു രക്ഷയുമില്ലാതെ തന്റെ ജീവരക്ഷാർത്ഥം തന്നെയാണ് ആ ജിഹാദിയെ, ആ കൊടും ഭീകരനെ, ആ ബലാത്സംഗ വീരനെ കൊന്നത്. അവരെ രക്ഷിക്കാൻ എന്താടാ നിനക്കൊന്നും ഒരു മാനുഷിക ആ ഒരു ചിന്ത വരാത്തത്? നിനക്ക് രക്ഷിക്കാൻ എന്താണ് ഒരു കുരുന്നിനെ കൊന്ന? ഓ അത് ഞമ്മന്റെ കുരുന്നാണല്ലോ അല്ലേ? രണ്ടും ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ടാണോ നിനക്കത് ഹലാൽ കൊലയാളിയായിട്ടാണോ നിനക്ക് തോന്നുന്നത്? മറ്റത് നിമിഷപ്രിയ ഒരു ക്രൈസ്തവ യുവതിയാണ്, കൊല്ലപ്പെട്ടത് മുസ്ലിമുമാണ്. ഓ അവിടെ ഞമ്മന്റെ ആളെയാണല്ലോ കൊന്നത്, അതാണോ നിനക്കത് തോന്നാൻ കാരണം? അത് തന്നെയാണ് നിനക്ക് തോന്നാൻ കാരണം. അറ്റ്ലസ് രാമചന്ദ്രന്റെ മതം തന്നെയാണ് നിനക്ക് കാരണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പച്ചയ്ക്ക് പറയുന്നത്. റഹീം ഒരു കൊലയാളിയാണ്, കൊലയാളിയാണ്, കൊലയാളിയാണ്. 17 വയസ്സുള്ള ഒരു കുരുന്നിനെ ശ്വാസം മുട്ടിച്ച് കൊന്നവനാണ്. എന്നിട്ട് ഒരു നിരപരാധിയായിട്ടുള്ള നസീർ എന്ന് പറയുന്ന പാവത്തെ കൂടി ഈ കേസിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് 10 വർഷം തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്ത ദുഷ്ടനാണ്. പച്ച നുണകൾ പടച്ചിറക്കി കോടതിയെയും പോലീസ് സംവിധാനത്തെയും വെല്ലുവിളിച്ച കൊടും ഭീകരനാണ്. എന്താണ് നിനക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഒലിപ്പിച്ച് നിന്റെ അബ്ദുൾ റഹ്മാൻ ആയാലും വേണ്ടില്ല, മുഹമ്മദ് സാബിത്തായാലും പൊട്ടിക്ക് നീയൊക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ടീച്ചറെ തുടർന്നോളൂ. ബൈജു, ഇവിടെ വേറൊരു വിഷയം കൂടിയുണ്ട്. ഇനിയിപ്പോ ഇയാള് അബദ്ധവശാൽ ഇയാളുടെ കൈകൊണ്ട് അയാൾ മരിച്ചു, ആ കുട്ടി മരിച്ചു, 18 വർഷം ഇവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ വീണ്ടും ഇവൻ ഒരു വീരപരിവേഷം നൽകുമ്പോഴാണ് നമുക്കവിടെ സംശയങ്ങൾ വരുന്നത്. നമുക്ക് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുന്നത്. അയ്യോ, റഹീം കൊലപാതകം തന്നെ അല്ലേ ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാ ഇപ്പോ ഈ മാത്യുമാരൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അച്ചായന്മാർക്ക് കിട്ടിയതൊന്നും പോരാ, ഇനിയും അനുഭവിക്കും. ഇപ്പൊ ഇവന് ഈ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് 34 കോടി രൂപ പിരിച്ചു. ഇനിയിപ്പം സർക്കാർ ഇടപെട്ട്, രാജ്യം ഇടപെട്ട് രക്ഷപ്പെടുത്തുവാണെങ്കിൽ തന്നെ 34 കോടി രൂപ റഹീമിന് സ്വന്തം. ടാക്സ് പോലും കൊടുക്കണ്ടെന്ന് ആലോചിക്കണം. ജോലിയും വീടും പോപ്പുലാരിറ്റിയും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു റഹീമിന്. ഇനിയും റഹീമിന് സുഖസുന്ദരമായിട്ട് കൊലയാളി എന്ന പരിവേഷമില്ലാതെ ജീവിക്കാം. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇയാള് രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ, നമ്മുടെ നാട്ടിൽ അയാൾ എത്തിയെന്നിരിക്കട്ടെ, എഴുതി വെച്ചോ, നമ്മുടെ നാട്ടിലെ മിക്ക ഷോപ്പിംഗ് മാളുകളിലും ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യുന്നത് ഈ റഹീമായിരിക്കും. മിക്ക മതപ്രവർത്തനങ്ങൾക്കും മതപ്രചാരണങ്ങൾക്കും അതിന്റെ രാഷ്ട്രീയ മത പ്രോഗ്രാമുകൾക്കും മുന്നിൽ നിന്ന് നയിക്കുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും ഇയാളായിരിക്കും. ഇയാളുടെ ഫോട്ടോകൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഇനിയും നിറഞ്ഞു നിൽക്കും. നമുക്കറിയാം, ഒരു നന്മ മരമുണ്ടായിരുന്നു, ഒരു മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിട്ടായിരുന്നു അയാൾ ഇറങ്ങിയിരുന്നത് ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അയാൾ കോടികളുടെ അധിപനായെന്ന് മാത്രമല്ല, കോടികൾ കെട്ടിവെച്ച് ഒരു രാഷ്ട്രീയ സീറ്റ് ഉറപ്പിച്ച് അയാൾ മത്സരിക്കാൻ വരെ KT ജലീലിനെതിരെ ഇറങ്ങിയത് നമുക്കറിയുന്ന വസ്തുതകളാണ്. ഈ മലപ്പുറം ഭാഗത്ത് ഓടുന്ന മിക്ക ബസ്സുകളുടെയും പുറകില് ഈ നന്മ മരത്തിന്റെ ചിത്രമായിരുന്നു. ഒടുവില് ഒരു വർഷ എന്ന് പറയുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് പണം പിരിച്ചു. ഈ വർഷയാണ് അമ്മയ്ക്ക് കിഡ്നി ആണെന്ന് തോന്നുന്നു, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചെയ്തത്. ആ പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന അതിന് വന്ന പണം തിരിച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടായുസവും ഒക്കെ ആയിട്ട് ഗുണ്ടായുസം ഒക്കെ കളിച്ചു. അപ്പോ അദ്ദേഹത്തിനും നമ്മുടെ നാട്ടിൽ എന്താണ്, മുസ്ലിങ്ങൾക്കിടയിൽ വീരപരിവേഷമാണ് നൽകുന്നത്. ഇപ്പോ അതുപോലെ തന്നെയാണ് നജീബിന്റെ വിഷയവും. പാവം, അയാൾ അനുഭവിക്കുകയും ചെയ്ത്, അയാൾ പുറത്ത് നാറുകയും ചെയ്തു. അപ്പോ നമ്മുടെ കേരളം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു സഹകരണമാണ് ഈ റഹീമിന്റെ വിഷയത്തിൽ കണ്ടത്. ഞാൻ തറപ്പിച്ചു പറയുന്നു,
അത് റഹീം ആയതുകൊണ്ടാണ്, അത് ഞമ്മന്റെ ആളായതുകൊണ്ടാണ്. അയാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി 34 കോടി രൂപ സമാഹരിക്കാൻ തയ്യാറായത്. മറിച്ച് വേറെ ഏതെങ്കിലും ഒരു പേരുകാരനായിരുന്നെങ്കിൽ ഇവന്മാര് ചോദിക്കുന്നത് അവൻ കൊന്നതല്ലേ, അനുഭവിക്കട്ടെ. നിമിഷപ്രിയയുടെ വിഷയത്തിന്റെ താഴെ വന്ന് ഇവർ ഇതുപോലെയാ കമന്റ് ഇട്ടത്. ഇപ്പൊ ഡൽഹി മലയാളിയായ ഒരു ഷാജി മാത്യു, ഇയാള് ഈ കഥയെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിക്കും. 34 കോടി പുണ്യമാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് ഈ ഷാജി മാത്യു പറഞ്ഞു. കേരള സ്റ്റോറി അതല്ല. ദി കേരള സ്റ്റോറി, പിന്നെ നമ്മൾ കണ്ട കേരള സ്റ്റോറിയാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി. പക്ഷെ ആ കേരള സ്റ്റോറിയെ മാറ്റി മറിക്കാൻ ശ്രമിക്കുവാണ് ഈ ഷാജി മാത്യു ഒക്കെ ഉണ്ടല്ലോ. ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഇയാളുടെ മോചനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ദിയാധനം, ഈ ധനം ഇവര് സ്വരൂപിച്ചത്, ഞാൻ വീണ്ടും തറപ്പിച്ചു പറയുന്നു, ഇവർക്കെന്തോ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. കാരണം ഈ പണം ഒരു എംബസിക്കും കൊടുക്കില്ല എന്ന് അവർക്കറിയാം. ഒരു കുടുംബവും ഈ പണം ആവശ്യപ്പെട്ടിട്ടില്ല. സൗദി അറേബ്യയിലെ കോടതി ഇത്രയും ഫണ്ട് വേണമെന്നും ഈ ഫണ്ട് കിട്ടിയാൽ ഇയാളെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ നുസ്രത് ജഹാൻ ഉടനെ തന്നെ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ പുറത്തു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തന്നെ സ്വദേശമായ ഫറോക്ക് കോടമ്പുഴയില് രൂപം നൽകിയ ഒരു സന്നദ്ധമായ ഒരു കൂട്ടായ്മയാണ് ഈ ധനസമാഹരണം ഒരുമിപ്പിച്ചത്. ഇതിനുവേണ്ടി സേവ് അബ്ദുറഹീം എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ബാങ്ക് അക്കൗണ്ടുകള്, UPI ഉൾപ്പെടെയുള്ള ഒരുപാട് മാർഗങ്ങൾക്ക് പുറമെ ക്രൗഡ് ഫണ്ടിങ് കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആപ്പ് നിർമ്മിച്ചത് എന്ന് അവർ പറയുമ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് ഈ പണം തിരിച്ച് നമ്മുടെ കരങ്ങളിൽ തന്നെ എത്തും. ബൈജു എഴുതി വെച്ചോ, ഈ പണം സൗദി അറേബ്യയിലെ ആ കുടുംബം സ്വീകരിക്കില്ല. ഈ പണം അബ്ദുറഹീമിന് സ്വന്തമാണ്. അബ്ദുറഹീം ഈ പണം വെച്ച് അനുഭവിക്കുന്നതും മലയാളികളെ നോക്കി തുണി പൊക്കി കാണിക്കുന്നതും നമുക്ക് ഉടനെ തന്നെ കാണാം. കഴിഞ്ഞ 18 വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ റഹീമിനെ കുറിച്ച് ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ല. ആരും ഒന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടിക്ക് കൂടി വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് സൗദി തന്നെ. 2006 പിന്നെ 26ാമത്തെ വയസ്സിലാണ് ഇയാൾ ഈ കൊലക്കുറ്റത്തിൽ ജയിലിലാകുന്നത്. ഡ്രൈവർ വിസയില് സൗദിയിൽ എത്തിയതാണ് ഇയാള്. എന്നിട്ട് ഇയാളുടെ സ്പോൺസർ ഉണ്ടല്ലോ അറബി, ഈ കുട്ടിയുടെ വാപ്പ ഈ റഹീമിനോട് കോടതിയിൽ വെച്ചിട്ട് ചോദിക്കുന്നതായിട്ട് ഈ അലവിക്കുട്ടി, ഈ ആലിക്കുട്ടി മുസ്ലിയാർ ചോദിക്കുന്നുണ്ട്. അവള് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ എന്നെ വിളിച്ചില്ല? എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ മോനെ ഞാൻ ആശുപത്രിയിലാക്കിയിട്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ സ്പോൺസറുടെ മകന് തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയെ പരിചരിക്കുക എന്ന ചെറിയൊരു ജോലി, പരിചരിക്കുകയല്ല, ഈ കുട്ടിയെ ഒന്ന് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ മാത്രമാണ്. അപ്പൊ ഈ കുട്ടി തുപ്പി എന്നാ പറയുന്നത്. അപ്പൊ ഡോക്ടർ പറയണത് അത്രയും എഫേർട്ട് എടുത്ത് തുപ്പാൻ ഈ കുട്ടിക്ക് പറ്റില്ല എന്നാ. അപ്പോൾ ഇയാള് അടിച്ചു. ഒരടിയാണ് അടിച്ചതെങ്കിൽ ഈ കുട്ടിയുടെ മുഖത്തോ എവിടെയെങ്കിലും ആയിരിക്കില്ലേ അടിച്ചത്, കഴുത്തിന് താഴെ. തന്നെയുമല്ല ഈ കുട്ടി, അതാണ് ബൈജു ഞാൻ മുമ്പേ പറയാൻ വന്നിട്ട് മറന്നുപോയതാ, ഈ കുട്ടി ഇരുന്നത് പിൻസീറ്റിലാണ്. പിൻസീറ്റിൽ ഇരിക്കുന്ന കുട്ടി തുപ്പിയാൽ ഇവന്റെ മുഖത്ത് തുപ്പലേൽക്കുവോ? എന്തുമാതിരി കള്ളത്തരങ്ങളാണെന്ന് നോക്കിയാ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഇവയാളുടെ മുഖത്ത് തുപ്പി എന്നാ പറയുന്നത്. ഇയാള് മുമ്പിൽ നോക്കി വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ എങ്ങനെയാ മുഖത്ത് തുപ്പാൻ പറ്റുന്നത്? അപ്പൊ ഈ ഉപകരണം വഴി ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ചിരുന്ന ഈ കുട്ടിയെ അടിച്ചപ്പോൾ ഇത് പോയി. ചിലപ്പോൾ ഇവൻ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് അറബി ന്യൂസ് എഴുതിയതും FIR-ലുള്ളതും സത്യമല്ല എന്ന് ആര് കണ്ടു? അപ്പൊ ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ കയ്യബദ്ധത്തിൽ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി. നമ്മുടെ യൂട്യൂബർമാർ സാഹിത്യ രൂപത്തിൽ ഇതിനെ വലിച്ചു നീക്കുവാണ്. എന്നിട്ട് ഈ കുട്ടി ബോധരഹിതനായി. അപ്പോൾ തന്നെ സ്പോൺസറെ അറിയിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഏതൊരു മനുഷ്യനും ചെയ്യുക. അതല്ലാതെ ഈ കുട്ടി ഒരു പോസ്റ്റ്മോർട്ടത്തിന് റിപ്പോർട്ടിൽ ആലവിക്കുട്ടി മുസ്ലിയാർ പറയുന്നുണ്ട് 1 മണിക്കൂർ കഴിഞ്ഞത്രേ ആ കുട്ടി മരിച്ചിട്ട്. ഈ 1 മണിക്കൂർ കൊണ്ട് ഇവര് കയറ് വാങ്ങിയാൻ പോകുക, സീറ്റോടുകൂടി കെട്ടിവെക്കുക. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മലയാളിയെ എന്തിനാണ് മറ്റുള്ളവര് കൊള്ളയടിക്കുന്നത്? ഈ CCTV ക്യാമറ ഇതെല്ലാ ദൃശ്യങ്ങളും ഉള്ളപ്പോ. അപ്പോ റിയാദ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഇയാള് ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇയാളുടെ മോചനത്തിന് വേണ്ടി ഉന്നത തലത്തില് ഒരുപാട് ഇടപെടലുകൾ ഉണ്ടാകും, അത് നമുക്കറിയാം.
കാരണം റഹീമാണ് കൊന്നത്. അതുകൊണ്ട് റഹീമിനെ കൊലയാളിയുടെ പരിവേഷം നൽകാതെ രക്ഷപ്പെടുത്തുക എന്നത് ഇവരുടെ അനിവാര്യതയാണ്. അതുകൊണ്ട് കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായില്ല. ആ പിതാവ് അവസാനം വരെ പറഞ്ഞു, മാപ്പ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ 34 കോടി ബ്ലഡ് മണി ഇത് നൽകിയാൽ ഉടനെ ഇയാളെ രക്ഷപ്പെടുത്തും എന്ന് ആരോട് എപ്പോൾ പറഞ്ഞു? നുസ്രത് ജഹാന്റെ വാക്കുകൾ കടമെടുക്കുവാണെങ്കിൽ, എന്ത് രേഖയാണ് ബോച്ചെ നിങ്ങളുടെ കയ്യിലുള്ളത്? ബോച്ചെ പോച്ചയായിപ്പോയി ഈ വിഷയത്തിൽ. അയാൾക്ക് വേണ്ടത് ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റിയാണ്. അതിന് പോത്തിന്റെ കൊമ്പിൽ പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആരുടെയെങ്കിലും കൂടെ മുണ്ടുടുത്ത് ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അയാൾക്ക് പോപ്പുലാരിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് അയാൾ കാണിച്ച ഒരു അവിവേകമാണിത്. ഉടനെ തന്നെ എന്നിട്ട് നുസ്രത് ജഹാൻ പറഞ്ഞ 3 പോയിന്റുകളാണ്. അതിൽ അവസാനത്തെ പോയിന്റ് ഇതാണ്: ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും. ഈ എല്ലാ ആളുകളുടെയും മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും. അവര് പറഞ്ഞതാ. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരാളഹസ്തങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഉടനെ തന്നെ പുറം ലോകം അറിയുമെന്നാണ് അവര് പറഞ്ഞത്. ബൈജു, ഒരു സംശയവും അതല്ല. ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളി നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു, നമ്മുടെ ഡ്രൈവറായിട്ട്. നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു ഇവന്റെ കൈകൊണ്ട്. ഈ ബംഗാളിയോട് നമ്മുടെ മലയാളികൾ, ആ വീട്ടുകാര് എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര കോടി തടാൻ നിന്നെ വെറുതെ വിടാമെന്ന് നമ്മൾ ആരെങ്കിലും പറയൂ? അപ്പൊ അവരുടെ ആളുകൾ ബംഗാളികൾ മുസ്ലിങ്ങളാണ്. എന്നാൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നാൽ, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഞമ്മന്റെ ആളുകളിൽ തന്നെ ഒരു കുട്ടി കൊല്ലപ്പെടട്ടെ, ഇവര് ക്ഷമിക്കുമോ? ഇവര് സഹിക്കുമോ? അവന് വേണ്ടിയിട്ട് ഇങ്ങനെ പണം പിരിക്കാനും അവന് വേണ്ടിയിട്ട് സിനിമ എടുക്കാനും ഇവര് തയ്യാറാകുമോ എന്ന് ആലോചിച്ച് നോക്കി. സത്യമാണ്. പക്ഷേ ഇത്രയും ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കൊല്ലുന്നതാണ് തെറ്റ് എന്നാണ് മറ്റൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറങ്ങാറ്. അത് ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഹിന്ദു ക്രൈസ്തവ നാമത്തിൽ വന്നുകൊണ്ടാണ് ഈ സുഡാപ്പികൾ. കാരണം മമ്മദിന്റെ പേര് ഇവിടെ കമന്റ് ഇടുന്ന സമയത്ത്, മമ്മദിനെ പച്ചയ്ക്ക് പറയുന്ന സമയത്ത് അവന്റെ ഉമ്മയെയും ഉപ്പയെയും മദ്രസ ഉസ്താദ് കുനിച്ചു നിർത്തിയത് എല്ലാ കഥ ഇവിടെ പറയുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അതിന്റെ ഒരു ശമനം വന്നിട്ടുണ്ട്. ഇപ്പോ ഹിന്ദു ക്രൈസ്തവ നാമത്തിലാണ് കമന്റുകൾ. എടോ സഹോദര, ഞാൻ പറയട്ടെ, നീ മുസ്ലിം ആയാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല, നീ ആലോചിക്കുക, ഗൾഫ് നാടുകളിൽ ജയിലിലൊക്കെ നീ ഒന്ന് പോയി നോക്കുക. ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്. ഞാൻ ഈ ജയിലുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലൂടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും നമ്മൾക്ക്. ആയിരക്കണക്കിന് മലയാളികൾ തന്നെ കിടക്കുന്നുണ്ടോ. എന്താ ഈ ആയിരക്കണക്കിന് മലയാളികൾ ഒന്നും കാണാത്തത്? ഇപ്പൊ ഈ റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി മാത്രമല്ല 18 വർഷം ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നത്. ലോകത്താകമാനമുള്ള ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ, ഒട്ടേറെ രാജ്യങ്ങളിൽ ഇതുപോലെ മലയാളികൾ അതല്ലെങ്കിൽ ഭാരതീയർ ഒരുപാട് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നുണ്ട്. എന്താ അവരെയൊന്നും പേര് നീ ഒന്നും കാണാത്തത്? അതുകൊണ്ട് ഇതൊന്നും ന്യായീകരണമല്ല. ഒരു സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു കുരുന്ന്, സ്വന്തമായി ശ്വാസം പോലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു കുരുന്ന്, ആ ശ്വാസം ട്യൂബിലൂടെ കഴിക്കുന്ന ആ ട്യൂബ് കറക്റ്റായി ഇവിടെ ജാമായി ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നുണ്ട്, ഒറ്റയ്ക്കാണ് തട്ടിയാലോ മുട്ടിയാലോ പോവാത്തൊരു സാധനമാണ്. കാരണം ശ്വാസം എടുക്കുന്ന കുഴലാണ്. ആ ശ്വാസം എടുക്കുന്ന കുഴലിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് റീന കൃത്യമായിട്ടും ആ ഉപകരണം കാണിച്ചുകൊണ്ട് തന്നെ ലോകത്തിന് കാണിച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട്, ഒരിക്കലും തട്ടിയാലോ മുട്ടിയാലോ പോകുന്ന സാധനമല്ല. അത്തരത്തിൽ തട്ടിയാലും മുട്ടിയാലും പോകാത്ത സാധനം വലിച്ചു കളഞ്ഞുകൊണ്ട് ആ പയ്യനെ ശ്വാസം മുട്ടിച്ച് കൊന്നതും പോരാ, ബോധരഹിതനായ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാതെ ഈ നസീർ എന്ന് പറയുന്ന മറ്റൊരാൾ വിളിച്ചു വരുത്തി അയാളുടെ ജീവിതം പോലും തുലച്ചുകൊണ്ട് ഈ റഹീം എന്ന് പറയുന്ന കൊടും ഭീകരവാദി ചെയ്ത തെറ്റ് ഒരുപാട് തെറ്റുകളാണ്. കാരണം നസീറിന്റെ കുടുംബം നശിപ്പിച്ചു, അയാളുടെ ജീവിതം നശിപ്പിച്ചു, ഈ കൊലയാളിയെ ഈ ബാലനെ കൊന്നു, ആ കുടുംബത്തിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മാറാ ദുഃഖം സമ്മാനിച്ചു. എന്നിട്ട് അവനെ വെളുപ്പിക്കാൻ വേണ്ടി, അവനത് രക്ഷപ്പെടാൻ വേണ്ടി പച്ച നുണകൾ പടച്ചിറക്കിയപ്പോൾ അതും വിശ്വസിച്ചുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് തന്നെയാണോ നിങ്ങൾ ഈ പൈസ പിരിച്ചത് എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിനക്ക് അല്ല എന്ന് പറയാനാവുക? അല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ തെളിവ് വേണം. നുസ്രത് ജഹാൻജി ചോദിച്ച പോലെ തന്നെ എന്ത് രേഖയാണുള്ളത്? ശങ്കരാടി കാണിച്ച കൈരേഖയല്ല നമ്മൾ ചോദിക്കുന്നത്. ഈ രാജ്യം ആവശ്യപ്പെട്ടോ നിന്നോടൊക്കെ? ഇതിനകത്ത് രസകരമായ ഒരു വസ്തുത, ഈ വിഷയം വൈറലാക്കുക എന്നതാണ് നമ്മുടെ മലയാളികളായ മുറിയന്മാരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയം. ഇപ്പൊ ഈ മലയാളികളെല്ലാം കൂടി 34 കോടി രൂപ പിരിച്ചു. സ്വാഭാവികമായും രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണിത്. രാജ്യത്തിന് നാണക്കേടാ.
ഈ കുട്ടിയെ കൊന്നതിന്റെ പേരിൽ ബ്ലഡ് മണി 34 കോടി രൂപ നമ്മൾ സ്വീകരിക്കെ രാജ്യത്തെ ബാധിക്കും. ആ കുടുംബം സ്വദേശികളുടെ ഇടയിലും വിദേശികളുടെ ഇടയിലും ഒക്കെ രാജ്യവും ആ കുടുംബവും ഒക്കെ നാണം കെട്ടു പോകും. അതുകൊണ്ട് ഈ പണം ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് ഈ പണം പിരിക്കാൻ ഇവർക്കറിയാം. അതുകൊണ്ട് ഇത് ഇതര രാജ്യക്കാരുടെ ഇടയിൽ വലിയ സംസാര വിഷയമായി. ഗൾഫിൽ പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി, ഒരു ഭാഗത്ത് സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടായി. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റാസൽ കൈമയിലെ ഒരു ദൈദ് സ്വദേശി, റാസൽ കൈമയിലെ സാമ്പത്തിക വിഭാഗത്തിന്റെ മുൻ തലവനായ ഇബ്രാഹിം യൂസഫ് ഹയാൽ, അയാള് വളരെ വിചിത്രമായ രൂപത്തിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചു. തന്റെ ഡ്രൈവറായ മലയാളി ഉസ്മാനിൽ നിന്നാണ് ഇബ്രാഹിം യൂസഫ് ഹയാല് അബ്ദുറഹീമിന്റെ കാര്യം അറിഞ്ഞതത്രേ. ഇയാള് കൃത്യമായി ഈ കുട്ടിയെ ഇവൻ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നായിരിക്കുമോ പറഞ്ഞിരിക്കുക? ഒന്ന്. രണ്ട്, ഈ ഇബ്രാഹിം ഹയാലിനെ കുറിച്ച് ഇവരിങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ഈ മലയാളത്തിൽ എഴുതുന്നത് അയാൾ കാണുമോ? അയാൾ അറിയുമോ? അയാൾ ഇത് പറഞ്ഞു എന്നുള്ളതിന് എന്താണ്? അതായത് മലയാളികളുടെ വീര സാഹസികതയെ കുറിച്ച് അയാൾ പറയുന്നു എന്നുള്ളതാണ്. ഹൃദയസ്പർശിയായിട്ടുള്ള റാസൽ കൈമയിലെ സാമ്പത്തിക വിദഗ്ധന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുവാണ്. വൈറലായ കുറിപ്പ് മലയാളിയുടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും ഒത്തൊരുമയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും സഹായ മനസ്ഥിതിയെക്കുറിച്ചും ഒക്കെ അറിയുമ്പോൾ വിസ്മയമാണ് എന്ന് അയാൾ അത് പറഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവ്? ഒരിക്കലും റാസൽ കൈമയിൽ സൗദി അറേബ്യയെ കുറിച്ച് അറിയുന്ന ഒരു റാസൽ കൈമക്കാരന് അത് പറയാൻ കഴിയില്ല. ഒരു കുട്ടി മരിച്ചു, അപ്പോൾ അവരെന്താ വിചാരിക്കാന്നറിയാമോ? ഇത് വിധിയാണ്, ഇത് അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ്. കാരണം ആ കുട്ടിക്ക് അത്രയേ ആയുസും. സൗദി അറേബ്യയിലെ അവര് ഗോത്ര നിയമമാണ്, അവര് ശരീഅത്ത് നിയമപ്രകാരം പോകുന്നവരാണ്. അതായത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള വിധി എന്ന് പറയുന്നത് അള്ളാഹു അറിയാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ല എന്നുള്ള വിശ്വാസമാണ് വിധിയിലുള്ള വിശ്വാസം. അപ്പൊ ആ കുട്ടിക്ക് അത്രയേ ആയുസുള്ളൂ ഈ ലോകത്ത് ജീവിക്കാൻ. അതുകൊണ്ട് അവന്റെ അന്നം മുട്ടിയപ്പോൾ അള്ളാഹു അവനെ തിരിച്ചു വിളിച്ചു. ഇതാണ് അവര് വിശ്വസിക്കുക. അതാണ് വിധി വിശ്വാസം എന്നാ പറയാ. ഇസ്ലാമില് 6 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വിശ്വസിക്കണം, എന്നാലേ ഒരാൾ മുസ്ലിം ആകൂ. അതിൽ 6ാമത്തേതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കണം. അതായത് ഇപ്പൊ നമ്മൾ വീണ് കൈയൊടിഞ്ഞാൽ അള്ളാഹു വരുത്തിയതാ. ആ കൈയും വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്നോണം, ആശുപത്രിയിലൊന്നും പോകണ്ട. പിന്നീട് പരിഷ്കരിച്ചപ്പോഴാണ് ഇവർ ഈ മതനിയമങ്ങളൊക്കെ മാറ്റി എറിഞ്ഞിട്ട് ഇവര് വീടുകളിൽ പ്രസവം മാറ്റി, എന്നിട്ട് ഇവര് നേരെ ആശുപത്രികളിലൊക്കെ പോകാൻ തുടങ്ങിയത്. കാലത്തിനൊപ്പം ഇവര് സഞ്ചരിച്ചതാ, മതത്തിന്റെ പിന്നാലെ അല്ല ഇവർ ഒരിക്കലും പോയിട്ടുള്ളത്. മതപരമായിട്ടാണ് ഇവര് ജീവിക്കുന്നതെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ല. പോട്ടെ. അപ്പോ ഇവര് വളരെ കൃത്യമായ രൂപത്തിൽ അജണ്ടകളോടുകൂടിയാണ് പ്രവർത്തിച്ചത്. സൗദി അറേബ്യ ആവശ്യപ്പെടാത്ത, സൗദി അറേബ്യയിലെ കോടതി ഉത്തരവിട്ടൊരു പേപ്പർ പോലും പുറപ്പെടുവിച്ചിട്ടില്ലാത്ത, അതുപോലെ ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു പണം ഇവര് തന്നെ ഒരു ഫണ്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇവര് ഭയങ്കരമായിട്ട് ഈ വിഷയം വൈറലാക്കി ഒരു ബോച്ചയെ ഇറക്കി. ഇതൊന്നും പെട്ടെന്ന് ബോച്ച ഒരു വൈകാരികമായിട്ട് ഇറങ്ങിയതാണ് എന്ന് ദയവായിട്ട് പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇതല്ല സത്യം. പെട്ടെന്ന് ബോച്ചെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വാഹനയാത്ര ചെയ്തേക്കാം, അവന് അല്ല. ഇതിന്റെ ഒക്കെ പിന്നിൽ ശക്തമായും വ്യക്തമായും സുദൃഢമായും ഒട്ടുമായിട്ടുമുള്ള പ്ലാനിങ്ങുകളുണ്ട്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഇത് ആരുടെയോ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്. ഈ കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ആ രാജ്യത്തെ അവഹേളിക്കുകയും ചെയ്യുവാണ് മറ്റു രാജ്യങ്ങൾ. ഇതെന്ത് വിചിത്രമായ നിയമമാണ് ഹേ! ഒരാളെ കൊന്നിട്ട് 34 കോടി രൂപ അയാളുടെ ബ്ലഡ് മണി ആയിട്ട് ആവശ്യപ്പെടുകയോ? എന്ത് വിചിത്രവും നിന്ദ്യവും നീചവുമായ നിയമമാണിത്. ആ മനുഷ്യനെ 18 വർഷം ജയിലിലിട്ട് ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് മാനവികതയുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിന് നാണക്കേടാ, ഭരണാധികാരികൾക്ക് നാണക്കേടാ. ഇയാളുടെ കാര്യം ഇത്രയും വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രിയുണ്ട്, ജയശങ്കർ സാർ ഒക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത്? ഇതൊരു സ്വാഭാവിക ചോദ്യമാണ്.
അങ്ങനെ വരുമ്പോൾ വിമർശനങ്ങൾ കടുക്കും, നമ്മുടെ രാജ്യം ഇടപെടും. അപ്പോ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം, നല്ല ബന്ധമാണ്. മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെ പോലെ അയൽക്കാരുമായിട്ട് കല്ലെറിയലും പിന്നെ കത്തിക്കുത്തും യുദ്ധവും ഒന്നുമില്ല. എല്ലാവരുമായിട്ടും സമാധാന ചിത്തതയോടുകൂടി പോകുന്ന ഒരു രാജ്യമാണ് ഇന്നത്തെ സ്വതന്ത്ര ഭാരതം. അതുകൊണ്ട് പല രാജ്യങ്ങളും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും നരേന്ദ്രമോദിയെ മീഡിയേറ്റർ ആയിട്ടാണ് കണ്ടത്. നരേന്ദ്രമോദി പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഇന്ന് പോകുന്ന ടേം അനുസരിച്ചിട്ട് ഉറപ്പായിട്ടും നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടും. രാജ്യങ്ങൾ പരസ്പരം മീഡിയേറ്ററെ വെച്ചിട്ട് ഈ വിഷയം സംസാരിക്കും. അങ്ങനെ വന്നാലും 34 കോടി രൂപ ഇയാളുടെ ഗോവിന്ദ, ഇങ്ങനെ തന്നെ പറയേണ്ടത്. കാരണം ഒരു കൊലയാളിക്ക് വേണ്ടി 34 കോടി പിരിക്കാൻ വേണ്ടി 1 രൂപയെങ്കിൽ 1 രൂപ കൊടുത്താൽ ഓരോ മലയാളിയോടും ഓരോ ഭാരതീയനും ഇനി അന്യ രാജ്യത്തുള്ള ആളുകളോടും പറയാനുള്ളത് ഗോവിന്ദ എന്ന് തന്നെ. അതല്ലെങ്കിൽ വേറെ ഭാഷയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അത് തൽക്കാലം ഇവിടെ ഉപയോഗിക്കുന്നില്ല, ടീച്ചർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ചിരുന്നു. ആ 3G എന്നൊക്കെ അർത്ഥം വരുന്ന അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഏതായാലും മറ്റൊരു ഗംഭീര വിഷയവുമായി നമ്മൾ നാളെയും വീണ്ടും ചൊറിയാതെ വയ്യയിൽ വരും. അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകർ വീണ്ടും ഈ തന്നുകൊണ്ടിരിക്കുന്ന ഈ ശക്തിയുണ്ടല്ലോ, ഈ പിന്തുണയുണ്ടല്ലോ, ഇത് മാത്രം ഒന്നും മതി ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ. അതിൽ നിയമത്തിന്റെ തടസ്സത്തിലൂടെയും നൂലാമാലകളിലൂടെയും ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ കുരുക്കി കഴിഞ്ഞാലും അതൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വരും. അതിന് ശക്തി നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും മറ്റൊരു വിഷയവുമായി നാളെ ചൊറിയാതെ വയ്യ കൃത്യം 7 മണിക്ക് തന്നെ വരും. അതുവരേക്കും എന്താണ് ടീച്ചറെ ബാക്കി അങ്ങോട്ട് പറഞ്ഞോളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മള് ഇന്ന് നിങ്ങൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊന്നും പറയണമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. നമ്മൾ വളരെ സഭ്യമായി സംസാരിക്കണം, എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിൽ സംസാരിക്കണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ അനാവശ്യമായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ അത് പറയേണ്ടി വരും. ഇപ്പോ ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ, ഇവര് 3 പേരും തമ്മിൽ തല്ല് കൂടുന്നെന്ന് വിചാരിക്കുക. ആദ്യം തള്ളയ്ക്ക് വിളിയും തന്തയ്ക്ക് വിളിയും വരുന്നത് ആരുടെ നാവിൽ നിന്നാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അക്ഷരത്തെറ്റോടുകൂടി ചീത്തകൾ എഴുതുന്നത് ആരാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കത് പറയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അനിഷ്ടകരമായ രൂപത്തിൽ ഞാൻ പ്രതികരിച്ചിട്ട് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. എന്തായിരുന്നാലും വീണ്ടും പുതിയ ഒരു വിഷയവുമായി ചൊറിയാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹൃദ്യമായി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. വീണ്ടും നേരിൽ സന്ധിക്കും വരെ വണക്കം.